Hi friends, Creationsന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി റവ കൊണ്ടുള്ള വട്ടയപ്പമാണ്. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വട്ടയപ്പത്തിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്താണെന്ന് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റവ 2 കപ്പ്. ഇത് വറുക്കാത്ത റവയാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ചെറുതായിട്ട്. തേങ്ങ, അരിമുറി തേങ്ങ ചെറുതായി ചിരണ്ടിയെടുത്തത്. 8 ഏലക്കായും 1/2 സ്പൂൺ ജീരകവും കൂടെ നന്നായി പൊടിച്ചെടുത്തത്. ഈസ്റ്റ് 1/2 സ്പൂൺ പോലും നമുക്ക് ആവശ്യമില്ല. ഒരു 2 നുള്ള് ഈസ്റ്റ് ആവശ്യമുള്ളൂ. പിന്നീട് വേണ്ടത് ഒരു 1/4 കപ്പ് റവ ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് കാപ്പി കാച്ചാനായി. 1/2 കപ്പ് പഞ്ചസാര, അരമുറി തേങ്ങ, ചെറിയ തേങ്ങ അരമുറി ചെറുതായിട്ട് നുറുക്കിയെടുത്തത്. ഇതൊന്ന് നമുക്ക് നെയ്യിൽ വറുത്തിടണം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. കറുത്ത ഉണക്ക മുന്തിരിയും അതുപോലെ തന്നെ കപ്പലണ്ടി പരിപ്പും. ഇത് രണ്ടും ഒരു 2-3 സ്പൂൺ വീതം എടുത്താൽ മതിയാവും. പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത്രയുമാണ് നമുക്ക് ഈ സ്പെഷ്യലായിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കാൻ വേണ്ടിയുള്ള ചേരുവകൾ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണിത് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത്. അതിനായി ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ ഈ 2 കപ്പ് റവ നമുക്ക് ചെറുതായി വറുത്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് കരിഞ്ഞു പോകരുത്, ഒരുപാട് പറന്ന് പോവുകയും ചെയ്യരുത്. അങ്ങനെയാണ് വട്ടയപ്പത്തിൻ്റെ ടേസ്റ്റ് മാറും. റവ വറന്ന് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ അത് നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റിയത് വറന്ന് വന്നിട്ടുണ്ടെന്നുള്ളത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് നമുക്കിതൊരു അടുത്തതായി നമുക്ക് കപ്പി കാച്ചിയെടുക്കുന്നത് നോക്കാം. വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. 1 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്ത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ നല്ല മിക്സായി നന്നായിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ കിട്ടും. അപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇത് കുറുകി നല്ല ഈ പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അടുത്തായി നമുക്ക് ഈ കിസ്മിസും തേങ്ങയും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇട്ട് കൊടുക്കുക. 1-2 സ്പൂണ് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഒരുപാട് ടേസ്റ്റ് ആയാലും വട്ടയപ്പത്തിന് ടേസ്റ്റ് മാറും. അധികം നല്ല ജസ്റ്റ് ഒന്ന് വറക്കാൻ വേണ്ടി മാത്രമേ. ഈ നെയ്യ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ഈ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് മൂത്ത് പോകരുത്. ഏത് സാധനമാണെങ്കിലും ഒരുപാട് മൂത്ത് പോയാൽ ടേസ്റ്റ് മാറിപ്പോകും. ഇത് ചെറുതായിട്ടൊന്ന് അത് പച്ച ഇത് മാറി പച്ചച്ചോവ് ഒന്ന് മാറി കിട്ടണം. ഒരുപാട് വറുത്ത് പോരും. നല്ല ബ്രൗൺ കളർ ആകുമ്പോഴേക്കും, ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഇത് വാങ്ങി. ഇത് നമുക്ക് കാണാൻ പറ്റി ഇതിൻ്റെ കളർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇതിനകത്ത് കോമള വരുന്നതൊക്കെ നിന്നു. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം കറക്റ്റ് പാകമാണിത്. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മിക്സ്. ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് വറന്നിട്ട് ഇതും ചെറിയൊരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്കിതൊന്ന് മാറ്റാം. അതുപോലെ തന്നെ ഈ മുന്തിരിയെ നമുക്ക് വറുത്തെടുക്കാം. ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന്, ഒരുപാട് അരയ്ക്കേണ്ട, ചെറുതായിട്ട് ഒരു തവണ ഒന്ന് റൗണ്ട് കറക്കി എടുത്താൽ മതി. ഒരുപാട് അരച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. തേങ്ങയും അതിലേക്ക് ഇത്ര ഈസ്റ്റ്, ഒരു നുള്ളു ഈസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ, ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക്
ഇത് എങ്ങനെ മിക്സ് ചെയ്ത് വെക്കാൻ നോക്കാം. ഒരു കുറച്ച് വലിയ പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ആഡ് ചെയ്യുക. പിന്നീട് അരച്ചെടുത്തിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പഞ്ചസാര, പിന്നീട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ കാഷ്നട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കുക. ഉപ്പ്, ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കപ്പി കാച്ചി വെച്ചിരിക്കുന്നത് ഇതുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഞാൻ കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. എന്നാൽ നന്നായിട്ട് കുഴഞ്ഞു കിട്ടുള്ളൂ. എല്ലാ ഭാഗത്തും എത്തണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഏകദേശം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇതേപോലെ ഇരിക്കണം. പൊളിച്ച് പൊങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ കറക്റ്റായിട്ട് എടുത്തിട്ട് ഇനി ഇത് നമുക്ക് മൂടി പൊളിക്കാനായിട്ട് വെക്കാം. ഒരു 5 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രം, ഇഡ്ഡലി പാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ അടുപ്പത്ത് വയ്ക്കുക. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ചെറിയ തട്ട് ഇതിനകത്തേക്ക് വയ്ക്കുക. ഇത് നന്നായി ചൂടായി കഴിഞ്ഞതിനകത്തേക്ക് ഒരു പാത്രത്തിൽ ഈ മാവ് ഒഴിച്ച് അടച്ചു വെച്ച് വയ്ക്കാവുന്നതാണ്. ഒരു ചെറിയ പ്ലേറ്റ് എടുക്കുക. എൻ്റെ ചെറിയ പ്ലേറ്റില്ല, ഇതിന് വലിയ പ്ലേറ്റുള്ളതിനാണ് ഞാനിത് എടുത്തത്. ഈ പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് വിട്ടു പോരാൻ വേണ്ടിയാണ്. കുറച്ച് ഓയിൽ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക. തീരാം. ഇത് വലിയ പ്ലേറ്റ് ആയത് കാരണം ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കേണ്ടതുള്ളൂ. ഒരു ചെറിയ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. 2 വട്ടയപ്പം. ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ലെവൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ കിട്ടും. അല്ലെങ്കിൽ ഒരു വശം പൊങ്ങി താന്നുമൊക്കെ ഇരിക്കും. ഇതാകുമ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിന് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ലെവൽ ചെയ്ത് നോക്കുക. ഈ നട്ട്സൊക്കെ ഇതിനകത്ത് മിക്സ് ചെയ്യത്തില്ല. അത് സെപ്പറേറ്റ് മേളിൽ മാത്രമേ ഇടത്തുള്ളൂ. അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ അതിലും എനിക്ക് കുറച്ച് ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഇങ്ങനെ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. ഇനി ഇത് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലേക്ക് മാറ്റി വയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പാത്രം എടുത്ത് വയ്ക്കുക. ഈ പ്ലേറ്റ്. ഇതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ച് പ്രസ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് 15-20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒരു ചെറിയ കമ്പ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് ഉള്ളു വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അത് ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ടൂത്ത് പിക്കിലൊന്നുമില്ല, നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ ഡെലീഷ്യസ് ആയ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ അറിയാം. നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.